ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ശശി തരൂരിനെതിരെ മുതിർന്ന നേതാക്കളൊക്കെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഈ കേരളത്തിലുള്ള ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ. അല്ല, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിനെ വിമർശിക്കാൻ ഞങ്ങൾക്കിപ്പോൾ സ്വാതന്ത്ര്യമില്ല. വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ സ്റ്റാറ്റസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. മാത്രമല്ല അദ്ദേഹം സ്ഥിരം അംഗമാണ്, അല്ലാതെ മറ്റേ സ്പെഷ്യലും സാധ്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തീരുമാനം, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു, അദ്ദേഹം ഉൾപ്പെടുന്ന കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഈ എല്ലാ കാലത്തും ശക്തമായി യുദ്ധരംഗത്ത് കോൺഗ്രസ് നേതൃത്വം നൽകിയ സർക്കാരുകളാണ് ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇത്തവണ ഞങ്ങളൊക്കെ സർക്കാരിൻ്റെ നിലപാടിനെ പിന്തുണച്ചിട്ടുണ്ട്. കാരണം എതിർ രാജ്യങ്ങളുമായിട്ടുള്ളൊരു യുദ്ധം വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയം നോക്കാറില്ല. പക്ഷേ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം മാറിക്കഴിഞ്ഞപ്പോൾ കേന്ദ്ര വിദേശകാര്യമന്ത്രിയാണ് ഇങ്ങനെ ഞങ്ങൾ നേരത്തെ പാകിസ്ഥാനൊരു വാണിംഗ് ഞങ്ങൾ മുൻകൂട്ടി സൂചന കൊടുത്തിരുന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങനെ ശത്രു രാജ്യത്തിന് വാണിംഗ് മുൻകൂട്ടി സൂചന നൽകുന്നത് ശരിയല്ല, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? അതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അതിന് അദ്ദേഹത്തിനെ ദേശദ്രോഹിയാക്കാൻ BJPക്കാർ നോക്കി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കോൺഗ്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത ശ്രീ ശശി തരൂരിനുണ്ട്. അത് വിദേശത്ത് പോയിട്ട് ഇന്ത്യ സർക്കാർ മുൻകാലങ്ങളിലെടുത്ത നിലപാടുകളും ഇപ്പോഴത്തെ നിലപാടുകളും അതെല്ലാം പാകിസ്ഥാനെതിരായിട്ട് തന്നെയാണല്ലോ. അത് മോഡിയാണെങ്കിലും കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തൊക്കെ ആ നിലപാടുകളെക്കുറിച്ച് മൊത്തം വിശദീകരിക്കുന്നതിന് പകരം വാർത്തകളിൽ കണ്ടത് ഇപ്പോൾ മാത്രം എന്തോ ഒരു ശക്തമായിട്ട് പ്രതിരോധിച്ചു എന്നും മുൻകാലങ്ങളിൽ അത്ര പോരാ എന്നുള്ള ഒരു സ്വരം വന്നു എന്നാണ് ഇപ്പോൾ പാർട്ടിയിലെ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതെല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കട്ടെ. അതുവരെ അദ്ദേഹം ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ വിമർശിക്കാനെന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഞങ്ങളില്ല, ഞങ്ങൾ ആ സ്വാതന്ത്ര്യം എടുക്കുന്നുമില്ല. അദ്ദേഹം ചെയ്തത് അനൗചിത്വം തന്നെയാണ്. അദ്ദേഹം മുൻകാല കാര്യങ്ങൾ കൂടെ ശക്തമായിട്ട് അവിടെ പറയേണ്ടതായിരുന്നു എന്നുള്ള ഫീലിംഗ് സാധാരണ കോൺഗ്രസ്സുകാർക്ക്. കുറേ നാളെ അദ്ദേഹം ഈ മോദിയോട് എടുക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നൽ BJP അല്ല, അദ്ദേഹത്തിന് ഞാൻ ഇപ്പോഴും അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം BJPക്ക് ഒരുപാട് കാലമായി അവർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നു, അദ്ദേഹം വഴങ്ങിയിട്ടില്ല. അദ്ദേഹം പാർട്ടിയുടെ കൂടെ അവസാനം വരെ നിൽക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അദ്ദേഹമായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് ഡൽഹിയിലൊക്കെ ഉള്ളപ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ BJPക്കാർ ഒരുപാട് കാലം ശ്രമിച്ചിരുന്നെങ്കിലും ആ വലയിലൊന്നും അദ്ദേഹം വീണിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സൊരു കോൺഗ്രസിൻ്റെ മനസ്ഥിതി തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പോവും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ BJP നേതാക്കളൊക്കെ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് വിജയം ചെയ്യുന്നു. അത് അവർ കുഴിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവർ വാഗ്ദാനം കാണിച്ച് പോയവരുടെയൊക്കെ ഗതി എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ.